ശാന്തമായി കുഞ്ഞുകുട്ടികൾ, അബാലവൃദ്ധം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന കൈക്കൊള്ളാത്ത ആളുകൾക്ക് പോലും എന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. ഈ പരിസരം ദൈവത്തിന് പ്രസാദകരമാകട്ടെ. ഈ പള്ളി വിശുദ്ധമായിരിക്കട്ടെ. ഇവിടെ വരുന്നവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ദൈവം ഏതെല്ലാം വഴികളിലൂടെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളിലൂടെ, ഇന്ന് വചനത്തിലൂടെ. കഴിഞ്ഞ കാലത്തെ ഒന്ന് കൃത്യമായി ഓർക്കുവാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിമിതമായ സാഹചര്യത്തിൽ എങ്ങനെ ജീവിച്ചു എന്നും അതിൻ്റെ മധ്യത്തിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എന്ന് നാം അനുഭവിക്കുന്നു എന്നും ഒക്കെ വളരെ ഹൃദ്യമായി ശക്തമായി കേൾക്കുന്നതിനിടയായിട്ട് ദൈവത്തെ കൂടാതെ മറ്റൊന്നും നമുക്ക് ആഗ്രഹിക്കുന്നു. ജീവനെയും ജീവിതത്തെയും അറിയുന്നവൻ്റെ മുൻപാകെ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നമുക്ക് ഒരുങ്ങാം. കുർബാനയ്ക്കായി ഒരുങ്ങിയിട്ടുള്ള ആളുകൾ അതാത് സ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ശരീരത്തിന് ക്ലേശമുള്ള മാതാപിതാക്കൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുമ്പസാര പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നമ്മുടെ ഹൃദയ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ആന്തരിക കണ്ണുകളെ തുറക്കാം. ബാഹ്യ നേത്രങ്ങളെ ഒക്കെ നടയ്ക്കാം. മറ്റാരും നമ്മെ കാണുന്നതിനേക്കാൾ അപ്പുറം നമ്മെ ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രം. അവൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യവും തരും. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് ശ്വാസം കൊണ്ട് പ്രയാസം, പനിയുടെ അസ്വസ്ഥത പലരും ഭാരപ്പെടുന്നുണ്ടെന്നറിയാം. ചുമയ്ക്കുവാനായി ബുദ്ധിപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ടെന്നറിയാം. വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിലായിരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും സൗഖ്യത്തോടെ ഇന്നായിരിക്കുന്നവരുണ്ട്. ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്. ക്ഷീണിതരായിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പാപവും രോഗവും ക്ഷമിക്കുന്ന കർത്താവ്, രോഗസൗഖ്യം നൽകി പാപത്തെ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. വിശ്വസിച്ചാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നെഗറ്റീവ് ചിന്തകളെല്ലാം ഒന്ന് വിടിയും. നിഷേധാത്മക ചിന്തകളോട് വിട പറയാം. പ്രസാദാത്മക ചിന്തകൾ, പോസിറ്റീവ് തോട്ട്സ് മാത്രം ജീവിതത്തിൽ വരട്ടെ. അവൻ്റെ എനർജി നമ്മളിൽ നിന്ന് വ്യാപരിക്കട്ടെ. വചനത്തിലൂടെ വീണ്ടും നമ്മൾ ബലപ്പെടുത്തുകയോ ഗീവ്, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. ചിലതൊക്കെ എന്നേക്കുമായി മറക്കാം. ചിലതെന്നേക്കുമായി മറന്നു കളയാം. നമ്മളെ ആരത് ഓർപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഓർക്കാതിരിക്കാൻ മറന്നു പോകട്ടെ.